പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിർമ്മല ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, സംഗതി കൈവിട്ട് പോവോ, ജോലിക്ക് പോകേണ്ടി വരുമോ എന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവളൊന്ന് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ നവ്യയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നവ്യയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇങ്ങനെ നിർമ്മല അയച്ചു കൊടുത്തിട്ടുള്ള ആ വീഡിയോസൊക്കെ ഇങ്ങനെ ഫോണിൽ കണ്ട കാര്യങ്ങളും എല്ലാം തന്നെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ മുറിക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിരുന്ന കത്തി ഉണ്ടാവും, അതെടുക്കുന്നുണ്ട് കേട്ടോ. അതെടുത്തിട്ട് ഇങ്ങനെ കൈമ്മിലേക്ക് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ, മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നയന വാതിൽ തുറന്ന് വരുന്നുണ്ട്. ചേച്ചി എന്തീ കാണിക്കുന്നത് വെച്ചിട്ട് വരികയാണ്. അപ്പോൾ നീ എനിക്ക് ധൈര്യം തരുമ്പോഴും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, എനിക്കാണെങ്കിൽ ഭർത്താവിൻ്റെ അമ്മായിയമ്മയുടെ ഒന്നും സപ്പോർട്ടില്ല, അബി ഇടയ്ക്ക് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും അതിൽ വലിയ ആത്മാർത്ഥതയൊന്നുമില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും കത്തിയൊക്കെ പിടിച്ച് വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് തന്നെയാണ് നമ്മുടെ പെൺകുട്ടികളുടെ പ്രശ്നം, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും ആത്മഹത്യനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. അത് ഇങ്ങനെ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അവർ രക്ഷപ്പെടുകയേ ചെയ്യുള്ളൂ. പിന്നീട് നിർമ്മൽ പറയുന്നതായിരിക്കും എല്ലാവരും വിശ്വസിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുക. അപ്പോൾ അതെന്തായാലും ഉണ്ടാവാൻ പാടില്ല. നമ്മളെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ നമ്മളത് എന്തായാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും നമ്മുടെ കൂടെ ദൈവം ഉണ്ടാവും എന്നൊക്കെ പറയാണ് കേട്ടോ. നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഒരു തലവേദനയായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ, ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി വയ്യ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നവ്യ ഇങ്ങനെ നയനോട് പറയുന്നത്. എന്തായാലും നയന ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് എന്തിനാ അച്ഛനെയും അമ്മേനെയും എന്നെയും നന്ദുവിനെയൊക്കെ വിഷമിപ്പിക്കുന്നത്, എന്തായാലും ഞാൻ ചേച്ചീൻ്റെ കൂടെ ഇല്ലേ, ഇവിടെ തന്നെ ഇല്ലേ, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ചേച്ചീനെ ഇവിടെ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് നല്ല മരുമക്കളെ അവരെ കൊണ്ടുവന്നോട്ടെ, എന്നിട്ട് അവരങ്ങ് ഇതായിട്ട് ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനപ്പെടുത്തിയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. അപ്പോൾ നവ്യയ്ക്കാണെങ്കിലും ഒരു ആശ്വാസമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നീട് അബിയാണെങ്കിൽ നിർമ്മലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിർമ്മൽ ഏതൊരു ഹോട്ടലിൽ റൂം എടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ നിർമ്മലാണെങ്കിലും അങ്ങനെ അബി വാതിലിൽ മുട്ടുന്ന സമയത്ത് ഇനിയിപ്പോൾ പോലീസായിരിക്കുമോ, ഇനിയിപ്പോൾ വേറെ രക്ഷപ്പെടാനും വഴിയില്ലല്ലോ, എന്തായാലും വാതിൽ തുറന്നല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ അബി ആയിരിക്കും കേട്ടോ. അപ്പോൾ അബിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിർമ്മൽ അബി അകത്തേക്ക് കയറി ഉടനെ തന്നെ ചോദിക്കുന്നത്, നമുക്ക് ഈ കളി അങ്ങ് അവസാനിപ്പിച്ചാലോ എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നീ അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തായാലും അവൾ ഒഴിഞ്ഞു പോകണം, അവൾക്ക് ആകെ ടെൻഷൻ അടിച്ച് അവൾ ഇങ്ങനെ സൂയിസൈഡിൻ്റെ വക്കിലെത്തണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അബി. അപ്പോൾ എന്തായാലും നിർമ്മൽ പറയുന്നുണ്ടായിരുന്നു, അവൾക്ക് കുറച്ച് ധൈര്യം കൂടിയെന്നൊരു സംശയം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ഒരു ധൈര്യം കൂടിയിട്ടില്ല, ഞാൻ അടുത്ത് ചെല്ലുന്നത് പോലും അറിയുന്നില്ല, അവൾ ഏതോ ഒരു ലോകത്താണ്, അവൾക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിർമ്മലിനെ അതിൽ നിന്ന് പിന്തിരിയാനായിട്ട് സമ്മതിക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നീ അതിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറയണം, ഒരു കൊട്ടേഷൻ ഏറ്റെടുത്താൽ അത് മുഴുവനായിട്ട് നടത്തിയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് പണം ഞാൻ നിനക്ക് തന്നു എന്ന് പറയുമ്പോൾ ആ പണം നിനക്ക് തിരിച്ചു തന്നാൽ പോരെ എന്നൊക്കെ നിർമ്മൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അബി സമ്മതിക്കുന്നില്ല. അപ്പോൾ അബി മുന്നോട്ട് പോകാൻ തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാനും കുടുങ്ങിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പണവും സ്വാധീനവും ഒക്കെ ഉണ്ട്, അത് വെച്ച് ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നീ തന്നെയാണ് എനിക്ക് ഇങ്ങനൊരു ഇത് ഒരുക്കി തന്നത്, നീ അന്ന് ഇങ്ങനെ ബാറിൽ വെച്ച് പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ, സെക്കൻഡ് ഹാൻഡ് വൈഫിന് ഡിമാൻഡ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് കളിക്കാനുള്ള കോട്ട് നീയല്ലേ റെഡിയാക്കി തന്നെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ പിന്തിരിയാൻ പറ്റില്ല എന്ന് എന്തായാലും നിർമ്മലിന് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ അവളെ ഇന്ന് കാണണമെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മെസ്സേജൊക്കെ അയക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിർമ്മലിനാണെങ്കിലും ആകെ ഒരു പേടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ പിന്നീട് നവ്യേനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം, ഒന്നുകിൽ അവളെ ഇതിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ കഴിയണം, അല്ലെങ്കിൽ അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം തന്നെയാണ് കേട്ടോ അബി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് നവ്യയ്ക്കാണെങ്കിൽ ജ്യൂസൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അതിനെ. അപ്പോൾ വേണ്ടാന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുത്തൻ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഭക്ഷണവും വെള്ളമൊന്നും കഴിക്കാതിരുന്നാൽ പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല, ചേച്ചി ഇതെല്ലാം കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യൂസൊക്കെ കൊടുക്കുകയാണ്. അപ്പോഴേക്കും നിർമ്മലിൻ്റെ മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനാണെന്ന് പറയും. അപ്പോൾ എന്താ നോക്കുമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു വോയിസ് നോട്ട് അയക്കും കേട്ടോ, അയച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ അത് വേണമെന്നൊക്കെ നവ്യ ചോദിക്കുകയാണ് കേട്ടോ പേടിച്ചുകൊണ്ട്. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് നയനെ വാങ്ങിയിട്ട് ഓക്കെ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് നവ്യയ്ക്കാണെങ്കിലും ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഈ കാര്യം തൻ്റെ അടുത്തോടു കൂടി തന്നെ നേരിടണം എന്നൊക്കെ പറയാണ് കേട്ടോ. ഇങ്ങനെ മാറി നിന്നിട്ടൊന്നും ഇനി കാര്യമില്ല, അവൻ എവിടെയുള്ളതെന്ന് വെച്ചാൽ അവൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ കൈയും കാലും തല്ലി ഒടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നയനയാണെങ്കിലും നവ്യനെ സമാധാനിപ്പിച്ചിട്ടാണ് കേട്ടോ അവിടുന്ന് പോകുന്നത്. പിന്നീട് ആദർശാണെങ്കിലും ഈ കാര്യങ്ങൾ തന്നെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ മുത്തശ്ശിൻ്റെ ഈ കാര്യങ്ങളെല്ലാം അറിയും, അതിപ്പോൾ മുത്തശ്ശിൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിന് പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച്
എസ്ഐനെ വിളിച്ചിട്ട് വീണ്ടും നിർമ്മലിനെ ഇങ്ങനെ ഫോളോ ചെയ്യാനായിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിർമ്മലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എടുത്ത് തന്നല്ലേ, അവന് ഇങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലയെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അവനിപ്പോഴും ഇങ്ങനെ അവളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് അവർ നേരത്തെ പരിചയം ഉണ്ടായിരുന്നല്ലേ, അതിൻ്റെ പേരിലായിരിക്കും എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് തിരക്കിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ എൻ്റെ വൈഫും ഒക്കെ അവനെ ഫോളോ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആദർശം കൂടെ വൈഫിൻ്റെ കൂടെ പിറകിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഉടനെ തന്നെ അവിടെ എത്തിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആദർശ് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നവ്യേനെ നിർമ്മല വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കാണണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നവ്യയ്ക്കാണെങ്കിലും അങ്ങനെ ആകെ സങ്കടവും ദേഷ്യമൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിൻ്റെ ദേഷ്യമൊക്കെ പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് നിർമ്മലും അങ്ങ് കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിനക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട്, നീ അണിഞ്ഞ് സുന്ദരിയായിട്ട് എൻ്റെ മുന്നിൽ വരണം എന്നൊക്കെ പറയുന്ന സമയത്ത് നവ്യ സമ്മതിക്കുന്നുണ്ട് കേട്ടോ, വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദേഷ്യത്തിലാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് നല്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞൂടെ എന്നൊക്കെ പറയുമ്പോൾ ഫോണിലൂടെ ചിരി കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് മനസ്സിലാക്കാമല്ലോ പറയുന്ന സമയത്ത് ഇങ്ങനെ സന്തോഷത്തിലാണോ ദേഷ്യത്തിലാണോ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നത് വീണ്ടും പറയാനുണ്ട്. അപ്പോൾ നവ്യ ഒരു ചിരിയൊക്കെ വരുത്തിയിട്ട് വരാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നീ അണിഞ്ഞൊരുങ്ങി വരണം, ഞാൻ വരേണ്ട സ്ഥലം പറയാം, കളി എന്നോട് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കോൾ കട്ട് ചെയ്യുന്നത്. പിന്നീട് നിർമ്മലാണെങ്കിലും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു, അവൾ നല്ല സുന്ദരിയാണ്, അവളുടെ പിറകെ ഞാൻ ഒരുപാട് നടന്നിട്ടുള്ളതാണ്, ഇപ്പം എന്തായാലും അവളുടെ ഭർത്താവിന് അവളെ വേണ്ട, ഇതിൻ്റെ പേരിൽ അവളെ കുറിച്ച് ഇങ്ങനെ അവളെ ഇങ്ങനെ കൊണ്ടുപോകാൻ സാധിച്ചാൽ നല്ലത് തന്നെയാണ്, എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ തള്ളിക്കളയാലോ, അവളിങ്ങനെ ഒരു വ്യക്തിത്വം ഇല്ലാത്തവളാണെന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നൈനിയാണെങ്കിൽ എന്തൊക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആദർശ് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആദർശ് ചേച്ചീനെ എങ്ങനെ രക്ഷിക്കുക എന്നായിരിക്കില്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ നൈനയോട് ചോദിക്കുന്ന സമയത്ത് ഞാനൊരു സഹായം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ആദർശേട്ടനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്, പക്ഷേ അത് കിട്ടിയില്ല എന്ന് മാത്രമല്ല നിർമ്മലിനാണെങ്കിൽ ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് എൻ്റെ ചേച്ചീനെ കുറ്റക്കാരിയാക്കുകയും ചെയ്തു എന്ന് പറയട്ടെ. അപ്പം നിൻ്റെ ചേച്ചീനെ എങ്ങനെ കുറ്റക്കാരിയാക്കാതിരിക്കും, ഈ അടുത്ത് നടന്ന സംഭവങ്ങളെല്ലാം ഒന്ന് ഓർത്ത് നോക്കി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ ചേച്ചി നിരപരാധിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആദർശേട്ടനോട് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പോയാൽ ഈ വീട്ടിലുള്ള എല്ലാവരും അറിയും എന്നൊക്കെ ആദർശ് പറയുന്ന സമയത്ത് എല്ലാവരും അറിയട്ടെ, മുത്തശ്ശൻ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മറച്ചു വയ്ക്കരുത് എന്നാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേന്ന് പറയുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട്, അതിന് നീ എന്നോട് പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇത് ആരെയും അറിയിക്കേണ്ട എന്നുള്ളതിൽ പറയാനുണ്ട്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ വീട്ടിലെ പല നിയമങ്ങളാണല്ലോ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ഉപദേശം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദർശേട്ടനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനതിൻ്റെ പുറകെ പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് നയന പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നേരെ ചെല്ലുന്നത് നവ്യയുടെ അടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ നവ്യയാണെങ്കിലും ഇങ്ങനെ നിർമ്മല വിളിച്ചിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നയനയോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് പോകാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അത് വേണ്ട, അവന് ചിലപ്പോൾ അത് ദേഷ്യം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ കാര്യമൊന്നും ചേച്ചി ആലോചിക്കേണ്ട, നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് അവൻ്റെ കൈയും കാലും തല്ലിയൊടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പോലീസിൽ ഏൽപ്പിക്കാം എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നീട് ഇങ്ങനെ ആദർശേട്ടനോട് കാര്യങ്ങളൊക്കെ നവ്യ പറയുന്നുണ്ടായിരുന്നു, നവ്യനോട് നയന പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നീ ഇതും ആദർശേട്ടനോട് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തോന്നോ നവ്യ ചോദിക്കട്ടോ. അപ്പോൾ അതും കാണിച്ചു കൊടുത്തു എന്ന് പറയും. ഇതിപ്പോൾ ഒരു സത്യം മറച്ചു വെച്ചതിൻ്റെ പേരിൽ അപ്പോൾ തെറ്റ് ചെയ്ത് ചേച്ചിയേക്കാളും വലിയ കുറ്റവാളി ഞാനല്ലേ ആയത്, അതുകൊണ്ട് ഞാനെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം ആരെങ്കിലുമൊക്കെ ഒന്ന് അറിയണം എന്ന് പറയാനുണ്ട്. അപ്പോൾ ആ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ആദർശേട്ടൻ എന്നെ ഒരു മോശക്കാരിയായിട്ടായിരിക്കില്ലേ കണ്ടിട്ടുണ്ടാവുക എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല, ഇനിയിപ്പോൾ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ആദർശേട്ടൻ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആദർശേട്ടൻ എന്തായാലും നമുക്കൊപ്പം തന്നെ കാണും എന്നൊക്കെ നയന നവ്യനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ആദർശേട്ടനോട് ഇങ്ങനെ അതുള്ളിൽ വെച്ചുകൊണ്ട് സംസാരിക്കൊന്നും ചെയ്യരുതെന്ന് നവ്യനോടും പറയാൻ കേട്ടോ. അപ്പോൾ ഫോട്ടോസ് ആദർശേട്ടന് കാണിച്ചു കൊടുത്തോന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പിന്നീട് നവ്യ ഇങ്ങനെ നയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നമുക്ക് പുറത്തേക്കുള്ള വഴി ഇതുകൊണ്ട് എളുപ്പമാകുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് ഇവരുടെ സംസാരം എല്ലാം കേട്ടുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.